പണ്ടൊക്കെ അതായത് എൻ്റെ കുട്ടിക്കാലത്ത് എന്ന് വെച്ചാൽ എനിക്ക് അത്രയധികം പ്രായമൊന്നുമില്ല, എന്നാലും പണ്ട് മാമൻ്റെ വീട്ടിൽ അതായത് അമ്മയുടെ വീട്ടിൽ വെക്കേഷന് നിൽക്കാൻ പോകുമ്പോൾ ഞങ്ങൾ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ അവിടെ. നിൽക്കാൻ പോകുന്ന സമയത്ത് കളിയൊക്കെ കഴിഞ്ഞിട്ട് ചോറുണ്ണാനായിട്ട് വരുമ്പോൾ അമ്മായി ഉണ്ടാക്കിയിട്ടുള്ളൊരു മാന്തൽ കറിയുടെ ഒരു മണോ രുചിയുണ്ട് കേട്ടോ. കുറേ മാന്തളൊന്നും നമുക്ക് കഴിക്കാൻ കിട്ടില്ല, പക്ഷേ ആ കറിയുടെ ഒരു രുചിയുണ്ടല്ലോ, ആ ഒരു മണം ഉണ്ടല്ലോ, അത് അന്ന് മുതൽ കുറേ കാലങ്ങൾ ഞാൻ കറി വെക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് തവണ ഞാൻ മാന്തൽ കറി വെച്ചിട്ടും എനിക്ക് ആ ഒരു മണമോ സ്വാദോ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ അന്ന് അമ്മയിലിട്ടിട്ട് അരച്ചിട്ടുള്ള തേങ്ങയുടെയും അന്നത്തെ മുളകിൻ്റെയും അന്നത്തെ മസാലക്കൂട്ടിൻ്റെയൊക്കെ രുചിയായിരിക്കാം. ഞാനെന്തായാലും വിറകടുപ്പിലൊക്കെ വെച്ചിട്ട് അതുപോലെ ആവാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എല്ലാം കൂടി തിളപ്പിക്കാൻ വെച്ച് ഒന്ന് തിളച്ചപ്പോൾ മീനും കൂടി ഇട്ട് അതൊന്ന് തിളച്ചപ്പോൾ ചെറിയുള്ളി ചേർത്തരച്ച ജീരകം കൂടി ഇട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേപ്പില ഇട്ടു. പിന്നെ ചെറിയുള്ളി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ഒഴിച്ചുട്ടാ. ഇതാണ് എൻ്റെ കറി. ഇതൊക്കെ തന്നെയാവും അമ്മായി ഉണ്ടാക്കിയത്. പക്ഷേ അതിൻ്റെ രുചി എന്താണെന്ന് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എന്തായാലും അന്നത്തെ ആ കുട്ടിക്കാലവും കളിയൊക്കെ കഴിഞ്ഞുള്ള വിശപ്പും ഒക്കെ ആലോചിച്ചിട്ട് ഇന്ന് ഞാൻ ചോറുണ്ണാന്ന് കരുതി. എൻ്റെ കറി എന്തായാലും സൂപ്പറാണ്, ടേസ്റ്റിയാണ്. പക്ഷേ ആ രുചിയും മണമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അതൊക്കെ കിട്ടണമെങ്കിൽ ഒരു പക്ഷേ അന്നത്തെ കാലത്തേക്ക് തന്നെ പോകേണ്ടി വരും.